കാഴ്ചപരിമിതി നേരിടുന്നയാളെ ജീവനോപാധി തടഞ്ഞുവെച്ചതായി പരാതി. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബു ജോസഫാണ് പരാതിയുമായി രംഗത്ത് വന്നത്. വീട് നിർമ്മാണത്തിനായി ആലപ്പുഴ സ്വദേശിക്ക് വാടകയ്ക്ക് നൽകിയ സാമഗ്രികൾ തിരിച്ചു ലഭിച്ചില്ലെന്നാണ് പരാതി. പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും സാബു പറയുന്നു. ഇരുപത്തിമൂന്നാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട സാബു ജോസഫ് നിർമ്മാണ സാമഗ്രികൾ വാടകയ്ക്ക് നൽകിയാണ് ഉപജീവനം നടത്തിയിരുന്നത്. ഇക്കഴിഞ്ഞ മെയ് മാസം ആലപ്പുഴ കാട്ടൂർ സ്വദേശി ശ്രീഹരി എന്നയാൾക്ക് വീട് നിർമ്മാണത്തിനായി സാമഗ്രികൾ നൽകി. ലിനു എന്ന എഞ്ചിനീയർ പറഞ്ഞത് പ്രകാരമായിരുന്നു സാധനങ്ങൾ വാടകയ്ക്ക് നൽകിയത്. എന്നാൽ പണി കഴിഞ്ഞ് ഇതുവരെ ഇവ തിരിച്ചു നൽകാൻ വീട്ടുടമ തയ്യാറായിട്ടില്ലെന്നാണ് ആരോപണം. ഏകദേശം 9 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമ്മൾ മെയ് 1/5/24 കൊടുത്തു. അപ്പം അതിൻ്റെ തൊട്ടടുത്ത മാസം ജൂൺ മാസം 25-ാം തീയതി ഏകദേശം 25-ാം തീയതി കൂടി വർക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞനുസരിച്ച് നമ്മൾ ഈ സാധനം എടുക്കാൻ ചെന്നപ്പോൾ ഈ ഉടമ ഈ സാധനം എടുക്കാനായിട്ട് തടഞ്ഞു. അപ്പോൾ എന്താ കാര്യം ചോദിച്ചിട്ട് അവർ പറയുന്നില്ല. അവരുടെ സൈറ്റിൽ കയറാനോ മറ്റോ ഒന്നും സമ്മതിക്കില്ല നമ്മളോട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് സാധനം വിട്ട് തരണം, കാരണം ഞാനും നിങ്ങളുമായിട്ട് വേറെ മറ്റു ഇടപാടുകളൊന്നുമില്ല. അപ്പോൾ എൻ്റെ സാധനം തടഞ്ഞു വെക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. 6 ലക്ഷം രൂപയുടെ സാമഗ്രികളാണ് തിരികെ ലഭിക്കാത്തത്. വാടക പൂർണ്ണമായും വീട്ടുടമ നൽകിയിട്ടുണ്ട്. 7 മാസമായി സംഭവം നടന്നിട്ട്. മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും സാബു പറയുന്നു. മണ്ണഞ്ചേരി CIക്ക് ഒരു പെറ്റീഷൻ കൊടുത്തു. 22/6 ഒരു പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷൻ കൊടുത്തിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ഈ പരാതി ഇവിടെ സ്വീകരിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു. അതറിഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. 10/10 വീണ്ടും നമ്മൾ ആലപ്പുഴ SP-ക്ക് ഇത് സംബന്ധിച്ചൊരു പെറ്റീഷൻ കൊടുത്തു. അപ്പോൾ SP അപ്പം തന്നെ CA വിളിച്ചതിന് നിർദ്ദേശം കൊടുത്തു, തീരുമാനം ഉണ്ടാക്കി അവരുടെ സാധനം എടുത്ത് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. മണ്ണഞ്ചേരി പോലീസ് ശരിക്കും ഇതിനകത്ത് ഉരുണ്ട് കളിക്കുക. പൂർണ്ണമായും കാഴ്ചയില്ലാത്തതിനാൽ മറ്റു ജോലികൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഏക വരുമാനം കൂടി നിലച്ചതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് സാബുവും കുടുംബവും. 24 കോട്ടയം.